ദില്ലിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 3 വിദ്യാർത്ഥികൾ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ച പ്രതിഷേധം ശക്തമാകുന്നു. വിവിധ ഇടങ്ങളിലേക്ക് പ്രതിഷേധം മാറിയിരിക്കുന്നു. മെഴുകുതിരി പ്രകടനം ഉൾപ്പെടെ വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പോലീസ് സേനയെ വിവിധ ഇടങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നു. ദില്ലി കോച്ചിങ് സെന്ററിന് പുറത്ത് കൂടാതെ തന്നെ വിവിധ സർവകലാശാലകളുടെ മുൻപിലും പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു. കാരണം വിവിധ സംഘടനകൾ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ വിദ്യാർത്ഥി പ്രക്ഷോഭം കൂടുതൽ കരുത്താർജിച്ച് വരാനുള്ള സാധ്യതകളും പോലീസ് കാണുന്നുണ്ട്. ദില്ലി രാജേന്ദ്ര നഗറിലെ റൗസ് AAS സ്റ്റഡി സർക്കിളുള്ള UPSC കോച്ചിങ് സെന്ററിലായിരുന്നു ഈ അപകടം നടന്നത്. ഇപ്പോൾ ഉടമയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും വിദ്യാർത്ഥികൾ പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. ഒപ്പം തന്നെ മറ്റ് ഇടങ്ങളിലുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകൾ, ദില്ലിയിൽ തന്നെയുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥികളുമൊക്കെ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മാറുന്ന ഒരു കാഴ്ചയാണ്. വിവിധ ഇടങ്ങളിൽ സമരത്തിനുള്ള ആഹ്വാനങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ പ്രദേശവാസികളും വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി പലതവണ MLA-യോടും അതുപോലെ തന്നെ ദില്ലി ഭരിക്കുന്ന സർക്കാരിനോടുമൊക്കെ ആവശ്യപ്പെട്ടിട്ടും അവർ നടപടിയെടുത്തില്ല എന്നുള്ളതിൽ നാട്ടുകാരായ പ്രദേശവാസികൾക്കും പ്രതിഷേധത്തിലാണ്. BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധത്തിന്റെ പിന്തുണയുമായി രംഗത്ത് എത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.